പോലീസിനെയും സാംസ്കാരിക വകുപ്പിനെയും വിമർശിച്ച് മുൻമന്ത്രി ജി സുധാകരൻ. പത്തനംതിട്ടയിൽ ആളുമാറി തല്ലിയ പോലീസുകാർ സർവീസിൽ തുടരാൻ യോഗ്യരല്ല. സാംസ്കാരിക സ്ഥാപനങ്ങൾ നടത്താൻ സാംസ്കാരിക വകുപ്പിന് പണമില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ ശമ്പളം കൊടുത്തിട്ട് 3 വർഷമായെന്നും എം മുകുന്ദൻ പറഞ്ഞത് അവസരവാദമെന്നും സുധാകരൻ പറഞ്ഞു. നിയമം പാലിക്കാതെ നിയമലംഘനമാണ്. നിയമം സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ നിയമം ലംഘിക്കുകയാണ്. അതാണ് ചില പോലീസുകാർ ചെയ്യുന്നത്. കല്യാണപ്പാത കഴിഞ്ഞ് വന്ന ആൾക്കാരെ തല്ലി തളച്ച കണ്ടിട്ടുള്ളത് എന്ത് തന്നെ ഇരുന്നാല് ആളുമാറി തല്ലിയതാണ്. അപ്പൊ ഇവിടെ കണ്ടോട്ട് തല്ലിയാണ്. വളരെ ഗുരുതരമായ തെറ്റുകളല്ലേ. സർവീസ് ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരല്ലേ അവർ. ഗവൺമെന്റുമായി സഹകരിച്ച് വേണം എഴുത്തുകാർ പോകേണ്ടത് എന്ന് എം മുകുന്ദൻ പറഞ്ഞപ്പോൾ എല്ലാവരും കേട്ടു. അത് ഏത് ഗവൺമെന്റിനെ ഉദ്ദേശിച്ചെന്നറിയില്ല. അത് ഉദ്ദേശിച്ച ഗവൺമെന്റ് സ്ഥാനത്ത് വേറൊരു ഗവൺമെന്റ് വന്നാൽ അവരെയും സപ്പോർട്ട് ചെയ്യണമെന്നാണല്ലോ എൻ്റെ അർത്ഥം. അവസരവാദമാണല്ലോ. ഡൽഹിയിൽ വേറെ ഗവൺമെന്റ് ആണല്ലോ. ഇങ്ങനെയാണോ എഴുത്തുകാർ പറയേണ്ടത്? ഇങ്ങനെയാണോ എഴുത്തുകാർ? ഇതാണോ മാതൃക? അപ്പം മുകുന്ദൻ ഒരവസരവാദപരമായ ഒരു ഫിലോസഫിക്ക് വിധേയനായി എന്ന് ഞാൻ പറയുന്നില്ല. വിധേയനായെന്ന് ആളുകൾക്ക് വേണമെങ്കിൽ കുറ്റപ്പെടാൻ പറയാൻ പാടില്ല. എന്തുകൊണ്ടത് ചെയ്തത്? അത് സംസ്കാരം, കലാ, സാഹിത്യങ്ങൾക്ക് ഗൗരവം പ്രോത്സാഹിപ്പിക്കുക. കുഞ്ചൻ നമ്പ്യാർ സ്മാരകമാണ്. അവിടെ ശമ്പളം കൊടുത്തിട്ട് 3 വർഷമായി. അതിനോട് ശമ്പളമെല്ലാം കൃത്യമായി കൊടുക്കുന്നു. കാരണം ഈ പുരാവസ്തു വകുപ്പിൻ്റെ കയ്യിലുള്ള വീട് നിൽക്കുന്നു. മൊത്തം സ്മാരകം സാംസ്കാരിക വകുപ്പ് അവിടെ പൈസ കൊടുക്കും. പുരാവസ്തു അവർക്ക് ശമ്പളം പിടിച്ചു കൊടുക്കും. വളരെ സൂചന ഇത് മാനേജ്മെന്റ് കൂടി അവരുടെ ഞങ്ങൾ കുടിക്കേണ്ട 3 പോലും ഞങ്ങൾ ആദ്യം പൈസ കഴിക്കാറില്ല. ഇവിടെയൊക്കെ സാധാരണ പ്രസ്ഥാനങ്ങൾ ഉയരണം. പ്രസിഡന്റ് നടന്നാൽ മതി. പുരോഗമന കലാ സാഹിത്യ സർക്കാരൊക്കെ അന്വേഷിക്കട്ടെ ഇതൊക്കെ എന്നാ നടക്കുന്നത്. എന്തുകൊണ്ട് പുരോഗമന കലാ സാഹിത്യം പൈസ കൊടുക്കാൻ വേണ്ടി പ്രമേയ പാസ്സായി കൊടുക്കണ്ടേ?